ആ ഹലോ ആബിദേ പറയുന്ന കേക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. എനിക്കിത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം എന്റെ നിക്കാഹ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നീ ആദ്യമായിട്ട് ഇതിന് നീങ്ങേണ്ടി വന്നാലേ അല്ല ഞാനല്ല നീങ്ങേണ്ടിയത്. നീ ഇതിന് ആദ്യമായിട്ട് നീങ്ങേണ്ടി ഞാനിപ്പോ ഞാൻ പറഞ്ഞേക്ക് എന്റെ എന്താ പറയാ ആബിദേ, ഞാനിപ്പോ ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്നിപ്പോ അവളെ വിളിച്ചിറക്കി ഞാൻ കൊണ്ടുപോകും. അവളിന്റെ കൂടെ വരാനും തയ്യാറാണ്. എനിക്ക് ഇതിന്റെ ഇടയിൽ പ്രോബ്ലംസ് ഇല്ല. ഇപ്പൊ വീട്ടിൽ രണ്ടോട്ടും അറിയിക്കാതെ എവിടെ അറിയിക്കാതെ നേരിട്ട് മൂന്നാം സംസാരിച്ചൂടെ? എന്ത് സംസാരിക്കാന്? അറിയിക്കല്ലേ? പിന്നെ ജോന്റെ കൂടെ ജീവിക്കാണ്ട് മാത്രമായിട്ട് ഞാൻ പറ്റുന്നില്ല, എനിക്ക് എത്തിച്ചൊക്കെ പറ്റുന്നില്ല. അനക്ക് ഓന്റെ കൂടെ ജീവിക്കാൻ കഴിയോ? എന്റെ ചോദ്യം അതാണ്. എനിക്ക് എന്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ? അഥവാ ഇനി ഇതിവിടെ ഡൈവേഴ്സ് എന്തെങ്കിലും ആവുക എന്റെ ഉമ്മ പിന്നെ എന്റെ ഉമ്മാക്കും ഒരു ഇതുണ്ടാവൂല. ഉമ്മാക്കും ഉപ്പാക്കും എന്റെ ബ്രദറും എല്ലാം ഒരു ഇതാവും. നീ ഇപ്പൊ പറ നെയ്മ പറയും അവന്റെ കൂടെ ജീവിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ പറ്റൂലെന്ന് പറയും, പറ്റൂന്ന് പറയും. നെയ്മ ഇപ്പൊ പറയാം. ഒന്നും ചിന്തിക്കാണ്ട് നെയ്മ പറയും. നിന്റെ ഉമ്മാന്റെ ഉപ്പാന്റെയും ഭാഗത്തു നിന്നുള്ള ചിന്തിക്കാതെയോ? ഹലോ നഹീമ, നഹീമ ഓനക്കുള്ള മറുപടി കൊടുത്ത് പറയും. എന്ത് പറ്റുന്നില്ലെന്നാ പറഞ്ഞേ? എന്ത് പറ്റുന്നില്ല എന്ന് വെച്ചാ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല. എന്ത് ആബിദേ അവൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയൂല. ഞങ്ങള് തമ്മിൽ പലതും ഉണ്ടായതാണ്. അതും കൂടി ചിന്തിക്ക്. സൈനുൽ ആബിദിന്റെ ഫ്രണ്ടാണ് ഞാൻ. കേട്ടില്ല. ഞാൻ സൈനുൽ ആബിദിന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടോ? മനസ്സിലായില്ല. സൈനുൽ ആബിദ് പറഞ്ഞ വൈലത്തൂരുള്ള. നിങ്ങള് സൈനുൽ ആബിദിന് ഫോൺ ആക്കിന്നാ? ശരി, നിങ്ങളെ പേരെന്താ? എവിടെ വീട്? എവിടെ? പറവണ്ണ. പറവണ്ണ എവിടെയാണ്? അല്ല എന്താണ് നിങ്ങള് തമ്മിൽ എന്തായാലും സൈനുൽ ആബിദ് ഇപ്പൊ കല്യാണം കഴിഞ്ഞ സൈനുൽ ആബിദിന്റെ വൈഫുമായി എന്താ പറഞ്ഞ ഓളാന്റെ കൂടെ വരാൻ നിൽക്കുക. അപ്പൊ കല്യാണം കയ്യോളം നിങ്ങൾക്ക് എന്താ പോകാൻ സമയം ഉണ്ടായിരുന്നില്ലേ? കല്യാണം കയ്യോളം പോകാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ ഓളെ വീട്ടുകാർ കളിച്ച നാടകമാണ്. അത് ഓളെ വീട്ടുകാരെ കൊണ്ട് സംസാരിക്കട്ടോ. എങ്ങനെ? ഹലോ നീ നിയമവും വകുപ്പും പറഞ്ഞ ഡയലോഗ് ഇടണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞത് ന്യായമായ വകുപ്പും കാര്യങ്ങളും പറഞ്ഞാൽ നമുക്ക് പെണ്ണിനെ വേണ്ടെങ്കിൽ പെണ്ണിനെ വേണ്ട. പക്ഷെ എന്താ നിന്റെ കുറച്ച് ഡയലോഗുകൾ നമ്മൾ റെക്കോർഡിങ്ങിൽ കേട്ടുപോയി. അതിന്റെ സ്പെഷ്യൽ മനസ്സിലാക്കാം. പക്ഷെ എന്താ ഒരു മാന്യമായ രീതിയിൽ സംസാരിക്കണം. നീ അതായത് സൈനുൽ ആബിദ് ഈ നൈമ പെണ്ണിനെ തട്ടിക്കൊടുന്നല്ലോ. മാന്യമായ രീതിയിൽ അവന്റെ വീട്ടിൽ വന്നിട്ട് മഹർ കൊടുത്തിട്ട് കല്യാണം കഴിച്ചല്ലേ? ഞാൻ പറഞ്ഞത് നീ കേക്ക്. ഇജിന്ന് പറഞ്ഞ പ്രശ്നമല്ല. പക്ഷെ എന്താ പറയുക, ഞാൻ പറഞ്ഞ നീ കേക്ക്. അതായത് ഞാൻ സൈനുൽ ആബിദിന്റെ ഫ്രണ്ട് ഒന്നല്ല, അത് വേറെ വശം. പക്ഷെ സൈനുൽ ആബിദിന്റെ ഫ്രണ്ടോ അവന്റെ സുഹൃത്തൊന്നല്ല. അത് കാണുമ്പോ മനസ്സിലാവും നമുക്ക് ആരാന്നുള്ളത്. പിന്നെ അതെ. അപ്പൊ ഞാൻ ചോദിക്കണം എന്താ വെച്ചാല്, സൈനുൽ ആബിദിനോട് പറഞ്ഞ നീ ആരാ അവൾക്ക് ഫോൺ ആക്കാനെന്ന്? നീ ആരാണോ? നീ എന്തിനാ അവനക്ക് പേഴ്സണലായിട്ട് അവൾക്ക് ഫോൺ ആക്കാന്ന് പറയുമ്പോ നീ എന്തിനാ അവൾക്ക് ഫോൺ ആക്കേണ്ട ആവശ്യം? നീ എന്തിനാ ചോദിക്കേണ്ട ആവശ്യം? അന്റെ അടുത്ത് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ അവൾക്ക് കല്യാണം കഴിച്ച്? ഞാൻ ചോദിക്കുന്ന ചോദ്യം അതിന് മറുപടി തന്നാ മതി. എന്താ എന്നാളെ കൊണ്ടുവന്നാല് ഇന്നിപ്പോ ഇറക്കി കൊണ്ടുവന്നാല് എപ്പോ ഇറക്കി കൊണ്ടുവന്നാല് എപ്പ ഇറക്കി കൊണ്ടുപോകും? ടൈം പറയും. ഞാൻ എപ്പോ ഇറക്കി കൊണ്ടുപോകുന്ന ടൈം എന്നോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് കൊണ്ടുപോകാൻ? അതെ അതിന്റെ സൗകര്യല്ലേ? അതെ എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ കൊണ്ടുപോയിക്കോളാം. അതൊന്നും ഇപ്പൊ എന്നോട് പറയേണ്ട ആവശ്യമില്ല. അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞേക്ക് അവനെ വിളിച്ചിട്ട് പെണ്ണെന്നെ പറഞ്ഞല്ലോ എനിക്ക് അന്നാട്ട് ജീവിക്കാൻ കഴിയൂല. പിന്നെ ഇല്ലല്ല പെണ്ണ് അങ്ങനെ പറയുന്നില്ല.
പിന്നെ പെണ്ണ് പറഞ്ഞ ഞാൻ കേട്ടല്ലേ പെണ്ണങ്ങനെ പറഞ്ഞു, നീ കേട്ട് നീ തെളിവ് ഞങ്ങൾക്ക് കാട്ട്. ഇപ്പൊ തെളിവ് നീ ഓളെ വീട്ടിൽ വാങ്ങി, ഓളെ വീട്ടിൽ അവനായിട്ട് വിളിച്ചില്ലേ? ഇല്ല പെണ്ണങ്ങനെ പറഞ്ഞില്ല, പെണ്ണങ്ങനെ പറഞ്ഞില്ല, പെണ്ണങ്ങനെ ഒരിക്കലും പറഞ്ഞില്ല. അതിന്റെ തെളിവ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ തെളിവ് ഉണ്ടാക്കല്ല, അതിന്റെ തെളിവ് നീ വന്നിട്ട് ഓളെ വീട്ടിൽ വാ, ഇറക്കി കൊണ്ടുപോയി. അതെ, കൊണ്ടുപോയിക്കൊണ്ടെന്നല്ല, നീ പെണ്ണിന് എന്റെ കൂടെ ജീവിക്കാൻ സമ്മതം ഉറപ്പാ? അവക്ക് സമ്മതാണ്, 110% ഉറപ്പല്ലേ? ഉറപ്പാണ്. അന്നൊരു പണി, നീ എത്ര മണിക്ക് എവിടേക്ക് വീട്ടിൽ പോവാ? പെണ്ണിനെ നമ്മളെ മുന്നിൽ വെച്ച് സംസാരിക്കാം. ഞാനിപ്പോ എന്റെ വീട്ടിൽ വന്നോണ്ട് ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് വിളിക്കാൻ എന്റെ പെണ്ണിനെ കൊണ്ടുപോവാ. അത് നിങ്ങൾ പറഞ്ഞു തരുമോ? അതെ, അവക്ക് ഇന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിന്റെ മേലക്ക് വേറെ എന്താ ഉള്ളത്? ഞാൻ 4 വർഷമായിട്ട് അവളായിട്ട് അങ്ങനെയാണ്. എനിക്കുമില്ല ജീവിതം, എനിക്ക് ജീവിച്ചണ്ടേ? അതെ അതെ അതെ. കൂടെ മനസ്സിലാക്കി നിങ്ങള്. നാളെ മറ്റൊന്ന് നിങ്ങളെ ആബിദ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആബിദിന്റെ ആരുമല്ല, ആബിദിന്റെ ആരുമല്ല, അയച്ചു വിട്ടാ. ആബിദിന്റെ ആരുമല്ല, ആബിദിന്റെ ഒരു ബന്ധുവല്ല. പക്ഷെ ആബിദിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളും നമുക്ക് ഇവിടെ വിട്ടുതന്നിട്ടുണ്ട്. ഞാൻ ആരാണ് എന്താണെന്നുള്ളത് നമുക്ക് നമ്മൾ തമ്മിൽ സംസാരിക്കണം നേരത്തെ നമുക്ക് മനസ്സിലാവും ആരാന്നുള്ളത്. അത് നേരിട്ട് സംസാരിക്കാം, നേരിട്ട് കാണണമെങ്കിൽ കാണാം, എവിടെ വെച്ചാൽ കാണാൻ കാണാം. എവിടെയാണല്ലോ പോയില്ലേ? ഞാൻ പാലക്കാടാ. ഞാൻ ഒരു വൈകിട്ട് ഒരു 5-6 മണിയാകുമ്പോൾ ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ, എത്തിരി വിളിക്കും.